ഹലോ ഗൈസ്, അപ്പൊ നമ്മള് നാളെ പോവാണ്. എവിടേക്കാന്ന് പറയുന്നില്ല. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് പാക്കിങ്ങിന്റെ പരിപാടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് ഡൺ. എന്താ നമ്മുടെ ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാ എടുക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ. 2-3 ഡ്രസ്സ് അലക്കിടാനുണ്ട്, എന്നാലേ നാളെ ബാഗിൽ എടുത്തിടാൻ പറ്റുള്ളൂ. ഉള്ള അലമ്പ് പാക്കിങ്. പിന്നെ വേറെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാനാകെ 4 ഡ്രസ്സ് എടുക്കുന്നുള്ളൂ. ഇവിടെ ഓരോ ദിവസത്തേക്ക് ഓരോന്ന് വെച്ചിട്ടുണ്ട്. രാവിലെ ഒരെണ്ണം മാറ്റാനും വൈകുന്നേരം വേറെ ഒരെണ്ണം ഇടാനും അങ്ങനെയൊക്കെ എല്ലാം 6 ദിവസത്തെ പ്ലാനാണ്. അപ്പൊ 6 ദിവസം 3 ടീഷർട്ട് എടുത്തിട്ടുണ്ട്. 6 ദിവസത്തേക്ക് 12 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒരു ഒറ്റ ബാഗിലാണ് ഇട്ടേക്കുന്നത്. ടീഷർട്ടുകളാവുമ്പോ മടങ്ങിയിൽ കിടന്നോളൂ. അതെ, കിടന്നോളൂ. ഇത് ഒരാളുടെ ബാഗ് അല്ലേ? അല്ല, രണ്ടുപേരുടെയും ഡ്രസ്സ് ഇതിനകത്തുണ്ട്. ഇനി നമ്മളുടെ സാധനങ്ങളൊക്കെ വരും. ഡ്രോണൊക്കെ വരും. ഡ്രോണൊക്കെ ഇവിടെ ഇരുന്നിട്ട് നാളേക്ക് സാധനങ്ങൾ ഇതിനകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ പോകുന്ന സ്ഥലം ഈ സ്ക്രീനിലുണ്ട്, കാണിച്ചിട്ടില്ല. ഇതിനകത്ത് മെമ്മറിയൊക്കെ സ്പേസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ്. അവിടെ പോയിട്ട് എന്തൊക്കെ വീഡിയോ എടുക്കും, എന്തൊക്കെ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ഐഡിയ ഒക്കെ ഉണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് അറിയാതെ. അല്ല നമ്മൾ എങ്ങനെയാ വീഡിയോസ് എടുക്കാൻ പറ്റോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഇത് മാത്രല്ല, കഴിഞ്ഞ തവണ പോയ ട്രിപ്പിന്റെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. എഡിറ്റ് ചെയ്തിട്ടും കൂടില്ല എന്നൊക്കെ. എന്നാലും നമുക്ക് എന്താ, വി ആർ ഓൾ സെറ്റ് ഫോർ ടുമോറോ. ഹലോ ഗൈസ്, നമ്മൾ ഇതാ പോവാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ റെഡിയായി ഗൈസ്, ബാഗെല്ലാം റെഡിയായി ഗൈസ്. അപ്പൊ ഇനി നേരെ ഇങ്ങോട്ട് സ്റ്റേഷനിലോട്ട്. എയർപോർട്ടിൽ പോകാൻ വേണ്ടിട്ട് നാഷണൽ ആലോചിക്കായിരുന്നു. ഞങ്ങൾ ഇതേവരെ നാഷണൽ റെയിൽസിൽ കയറിയിട്ടില്ല ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ നമ്മള് നാഷണൽ റെയിൽ വഴി എയർപോർട്ടിൽ ക്യാമറ തിരിച്ചു പോയി ഇത് കാണിച്ചു കൊടുക്കാവേ. സ്റ്റേഷന്റെ ഇവിടെ ഇരിക്കുന്ന ഇതാണല്ലേ നമ്മുടെ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം നമ്പർ 4. ഏതാണ് സ്ഥലപ്പേര്? ട്രെയിൻ ഇത് എങ്ങനത്തെ ട്രെയിനാണ്? അതാണ് നാഷണൽ റെയിൽസ്. ഇതിലെല്ലാത്തിലും കയറാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക്. നമ്മൾ ബുക്ക് ചെയ്തത് 11:37. അപ്പൊ അതിനകത്ത് തന്നെ കയറാന്ന് വിചാരിച്ചു. അല്ല, ഇതിന്റെ ഡെസ്റ്റിനേഷൻ വേറെയാണ്. ഹെഡ്ഫോർഡ് ഈസ്റ്റ് എന്നാണ് ഇതിന്റെ ഡെസ്റ്റിനേഷൻ. നമുക്ക് അതിൽ കയറണ്ട. നമ്മുടെ ട്രെയിൻ വരുന്നവരെ നമുക്കപ്പോ കാത്തിരിക്കും. നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ടോ? നമുക്ക് പോകാനുള്ള ട്രെയിൻ ദാ വരുന്നു. സുഹൃത്തുക്കളെ, അതിട്ട് അടയ്ക്കുന്നു. നമ്മള് ട്രെയിനിൽ കയറിയല്ലേ? സീറ്റ് തന്നെ കിട്ടിയല്ലേ? നമുക്ക് ബാഗ് വെച്ചു. എന്തോ സീറ്റും കിട്ടി. ഈ ട്രെയിനിന് ശരിക്കും എത്ര ആക്ച്വൽ പ്രൈസ്? ഏകദേശം 25 പൗണ്ട് അടുത്തുണ്ട്. പക്ഷെ നമുക്ക് റെയിൽ കാർഡ് ഒരാൾക്ക് 28 ഉണ്ട്. പക്ഷെ നമുക്ക് റെയിൽ കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഹാഫ് പ്രൈസ്. അതായത് 15 പൗണ്ട്. 2 പേർക്ക് 30 അല്ലെങ്കിൽ 60 പൗണ്ടിന് പോയി. അത് നല്ലൊരു ഇതാണ്. ഞങ്ങൾ മറന്നു പോയി അല്ലേ ഇത് ബുക്ക് ചെയ്യാന്. നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ മേ ബി ചീപ്പായിട്ട് കിട്ടിയത്. ഞങ്ങൾ ഇന്ന് പോകാൻ വേണ്ടിട്ട് ഇന്നലെ രാത്രി ബുക്ക് ചെയ്ത്. ഇവിടെ മറ്റേ എക്സിറ്റിന്റെ അവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. എയർപോർട്ടിലേക്ക് കയറുന്നതിന്റെ അവിടെ ക്യൂ. നമ്മള് ടിക്കറ്റ് ഡിസ്കൗണ്ട് മേടിച്ചോണ്ട് തന്നെ ഒരു റെയിൽ കാർഡൊക്കെ നോക്കിയല്ലേ വെരിഫൈ ഒക്കെ ചെയ്തു. ഇവളുടെ മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട്, വിന്റർ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് തണുപ്പത്ത് നിൽക്കുന്ന ഫോട്ടോ കണ്ടാൽ ക്യൂട്ട് ആയിട്ടുണ്ട്. എന്റെയൊക്കെ ക്രിമിനൽ ലുക്കാ എന്റെ ഫോട്ടോ. അല്ല, നീയൊക്കെ ഇങ്ങനെ നോക്കുന്നു. അതെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. നമ്മുടെ മറ്റേ ഏജന്റിന്റെ ഇതിനകത്ത് ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. ബാക്കി എല്ലായിടത്തും ആൾക്കാരുണ്ട്. ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ആരുമില്ല. നമുക്ക് നമ്മുടെ എന്ത് കിട്ടി? സ്ഥലം കാണിക്കണ്ടെന്നൊക്കെ. എന്ത് കിട്ടി? ബോർഡിംഗ് പാസ് കിട്ടി ഗൈസ്.
ബോർഡിംഗ് പാസ് കിട്ടി ഗൈസ്. ബോർഡിംഗ് പാസ് കിട്ടി ഏജന്റ്. ഓക്കെ, നമുക്കിനി നേരെ മറ്റേ ഇതിലേക്ക് പോവാം. ഇതിലേക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് ഇമിഗ്രേഷൻ എല്ലാം ചെയ്യണം. അതേത് ഭാഗം തിരിച്ചോണ്ടിരിക്കുകയല്ലേ? എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ഐറ്റംസ്, നമുക്ക് ക്യാബിൻ ബാഗ് മാത്രമുള്ള കാരണം തന്നെ ക്യാബിൻ ബാഗിലെ ലിക്വിഡ് മീൻസ് നമ്മുടെ ക്രീം, ഡെയിലി ക്രീം, ദ്രാവകമുള്ള വസ്തുക്കൾ, പേസ്റ്റ്, അതായത് ക്രീം എല്ലാം നമ്മൾ വേറെ ഒരാൾക്ക് ഒരു ബാഗാണ്, എല്ലാം ഉള്ള സാധനം. അവിടെ ചെക്കിങ് കഴിഞ്ഞപ്പോ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ എടുക്കാൻ പോവായിരുന്നല്ലേ, അപ്പോഴാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എടുത്താ പന്നിയെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്ന അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതല്ല, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഹീത്രോ എയർപോർട്ടിനെ കാട്ടിലും കുറച്ചും കൂടി ഈസി ആൻഡ് കൺവീനിയന്റ് ആണ് ഇവിടുത്തെ ചെക്കിംഗ്. അതെ അതെ അതെ, നമ്മളെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തൊന്നും വെക്കേണ്ടി വന്നില്ല. ഹീത്രോ എയർപോർട്ടിൽ അവര് എസ്പെഷ്യലി എല്ലാ സാധനവും എടുത്ത് ബാഗിൽ നിന്ന് ഇലക്ട്രോണിക് ആണെങ്കിലും ലിക്വിഡ് ഐറ്റം ആണെങ്കിലും എല്ലാം സെപ്പറേറ്റ് വെക്കാൻ പറയും കയ്യില്. പക്ഷെ ഇവിടെ ഒന്നും വെക്കേണ്ടി, ബാഗ് മാത്രം വെച്ചാൽ മതി. കവറിലാക്കിയ സാധനങ്ങളടക്കം ബാഗിനകത്ത് തന്നെ വെച്ചാൽ മതി. സുഖമായിരുന്നു. ചായ കിട്ടിയില്ലേ? കോഫി കിട്ടി, പക്ഷെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. ഇംഗ്ലീഷ് നമ്മള് മറ്റേ നമ്മുടെ കൂടെ ഇരിക്കുന്നു. നമ്മുടെ പഴയ അക്കരക്കാഴ്ച സീരിയലിലാണെങ്കിൽ മറ്റേ വെടുമ്പിയുടെ കൂടെ എന്ന് പറയല്ല. ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന സാധനം അത് പണ്ട് കൈരളി ടിവിയിൽ വന്നോണ്ടിരുന്ന അക്കരക്കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു. നല്ല രസമുണ്ട്, അവിടെ ഇരിക്കാൻ പറ്റും വേണമെങ്കിൽ ഇരിക്കാം. നമ്മളുടെ മറ്റേ ഇത് കാണിച്ചല്ലേ ഗേറ്റ് എത്ര? 32ലാണ്. കഫേ നേരെ ഒരു കോഫിയും പിടിച്ചിട്ട് നാട്ടുകാരുടെ കുറ്റം പറഞ്ഞ് നമ്മളവിടെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കുശലാന്വേഷണം പറഞ്ഞു അങ്ങനെ ഇരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഗേറ്റ് കണ്ടു, ബോർഡിങ് തുടങ്ങി. അപ്പൊ നമ്മൾ ഗേറ്റിലേക്ക് പോവാണ് ഗൈസ്. അവിടെ പ്ലെയിൻ ഒക്കെ നിൽക്കുന്നതിന്റെ ഇതിന്റെ വീഡിയോ കാണിച്ചത്. നമ്മൾ ഷട്ടിലിൽ കയറി ഗൈസ്. നമ്മുടെ ഗേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മള് അതെ ഒരു ഷട്ടിൽ, ഒരു ട്യൂബ് പോലെ ട്യൂബിലോട്ട് കയറണം. ആ ട്യൂബിലോട്ട് കയറി ഇനി നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ അവർ കൊണ്ടുപോയി നിർത്തും. പുറത്തുള്ള കാഴ്ചകൾ എയർപോർട്ടിന്റെ ഉള്ളിൽ കൂടെ അല്ലേ പോണേ? അതെ അതെ, എയർപോർട്ടിന്റെ ഉള്ളിൽ കൂടെ പോകുന്നു. ചില സ്ഥലത്തൊക്കെ കുറെ നടക്കണം ഗേറ്റിന്റെ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഇവര് എനിക്ക് തോന്നുന്നു കുറെ നടക്കാനുള്ള കാരണം ഒരു ഷട്ടിൽ സർവീസ് വെച്ചു. ഏജന്റിന്റെ മറ്റേ ടാഗ് ഒട്ടിച്ച് ക്യാബിൻ അപ്രൂവ്ഡ്, ക്യാബിൻ ബാഗായിട്ട് അപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിന്റെ ക്യൂ. ഇവിടുന്ന് പോയാൽ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറാണ്. ഇതാണ് ബോർഡിംഗ് പോയിന്റ് നമ്പർ 32. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അറിയത്തില്ല. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഇത് ഏകദേശം പഴയ നാഗരികതയുടെ കാലത്തുള്ള ഒരു പുരാതനമായ ഫ്ലൈറ്റ് ആണ്. ആക്ച്വലി ഇതിൽ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് ഈ ഇതാണ്, ഈ ഡിസ്പ്ലേ ആണ്. ടി വി ഒന്ന് കാണിച്ചെടുത്തേ, ഇങ്ങോട്ട് തിരിച്ച്. ടി വി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിന് പ്രത്യേക തരം ഗ്ലാസ് വേണം, എന്നാലും ഇത് കാണാൻ പറ്റുള്ളൂ. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്. അതെ, നമ്മുടെ ഏകദേശം നമ്മുടെ നാട്ടിലെ KSRTC ബസ്സിനോട് എന്താണ് സാമ്യം തോന്നുന്ന തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെയാണ്. രണ്ട് വ്യത്യാസം, ഇത് ആകാശത്ത് കൂടെ പോകും, അത് റോട്ടിൽ കൂടെ പോകും. നമുക്ക് ചീപ്പായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ളു. എത്ര രൂപയായിരുന്നു ഇതിന്?
അത്യാവശ്യം പൈസ ആയിട്ടുണ്ടല്ലേ. 206 പൗണ്ട്, 10,000 രൂപ ഒരാൾക്ക്. 10,000 വെച്ച് ചീപ്പൊന്നും അല്ല നോക്കുകയാണെങ്കിൽ. നമ്മളിപ്പോ അടുത്ത ബുക്ക് ചെയ്ത കാരണം അത്ര റേറ്റ് ആയി. 3-4 മാസം മുന്നേ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് കുറഞ്ഞ റേറ്റ് കിട്ടും. ശരിക്കും പറഞ്ഞ ഒരാൾക്ക് ഒരു 50 പൗണ്ടിനൊക്കെ വൺ വേ ടിക്കറ്റ് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഒരാൾക്ക് 100 പൗണ്ടായി. അത് ഞങ്ങള് കുറച്ച് എന്നാലും നമ്മളൊരു 1 month ബാക്ക് 1.5 months ബാക്ക് ബുക്ക് ചെയ്തു. പക്ഷെ എന്നാലും ഇത്രയ്ക്ക് റേറ്റിന് കിട്ടിയുള്ളൂ. പിന്നെ ഒരു ആഗ്രഹമല്ലേ, പിള്ളേരെന്തേലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇനി ഈ ഫ്ലൈറ്റ് അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് അടുത്ത കാണാം പാർട്ടിൽ. അടുത്ത പാർട്ടിൽ കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ.